ഹായ് എവറി വൺ. ഇന്ന് നമുക്ക് ലോങ് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരു 2-3 ഡേയ്സ് പ്ലാൻ. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 5 hours ഡ്രൈവാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. ഇടയ്ക്ക് കോസ്കോയിലൊന്ന് നിർത്തി ചെറിയ ഷോപ്പിങ്ങും അതുപോലെ ലഞ്ചിനും വേണ്ടിയിട്ട്. സൺഗ്ലാസസ് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫുൾ പവറാണ്. കണ്ടില്ലേ ഓടിപ്പോകുന്നത്. ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് സ്നാക്സും മാത്രമേ ഇന്നത്തെ ഷോപ്പിംഗ് ലിസ്റ്റിലുണ്ടായുള്ളൂ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നമ്മളൊരു 1.5 മണിക്കൂറിൽ ഫിനിഷ് ചെയ്ത് പിന്നെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ പോകുന്നത് മിൻഡൻ ഒണ്ടാരിയോയിലാണ്. അതൊരു ചെറിയ സ്ഥലമാണ്. ഹാലിബർട്ടൺ ഹൈലൻഡ്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 6,000 പോപ്പുലേഷനേ ഉള്ളൂ. അങ്ങനെ ഒരു 7:30 ആയപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷനിലെത്തി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ആകെ ഒരു പ്രശ്നമാണ് തോന്നിയുള്ളൂ, കൊതുക് കുറച്ചല്പം കൂടുതലായിരുന്നു. ഇന്നലെ മഴയൊക്കെ പെയ്ത് എല്ലാം ഇങ്ങനെ ഡാമ്പായിട്ട് കിടന്നുകൊണ്ട് കൊതുക് ഒത്തിരി കൂടുതലായിരുന്നു. പക്ഷെ അകത്തെല്ലാം ഭയങ്കര ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിരുന്നു. കിച്ചണൊക്കെ പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. രണ്ടുപേരും ഇത്ര നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് പുറത്തിറങ്ങാൻ പറ്റിയതിന് സന്തോഷത്തിൽ ചാട്ടവും കളയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 2-3 മുറിയുണ്ട്. പിന്നെ ഒരു കോമൺ വാഷ്റൂമും, ഒരു ക്യൂൻ ബെഡ്, കിങ് ബെഡ്, പിന്നെ ഈ ഒരു ബങ്ക് ബെഡ്. ഏസ്ലിനും അമ്മയിലേക്ക് ഇഷ്ടപ്പെട്ടത് ബങ്ക് ബെഡാണ്. അവർ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഏസ്ലിൻ രാവിലെ തന്നെ ക്രോൾ ചെയ്യാനുള്ള പരിശ്രമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് മോർണിംഗ് സ്നഗിൾസ്. പിന്നെ ഓസ്റ്റിൻ്റെ സജഷനിൽ കുറച്ച് നേരം ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് മടുത്തപ്പോൾ എന്തായാലും അടുത്തുള്ളൊരു സ്ഥലം ചെക്കൗട്ട് ചെയ്യാമെന്ന് കരുതി. ബൗക്കേജിൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇനി ഈ വീക്കെൻഡിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒറിജിനൽ പ്ലാൻ പറയാം കേട്ടോ. ഞങ്ങൾ അൽഗോൻക്യൂൻ ക്യാമ്പിംഗ് ആയിരുന്നു ഈ വീക്കെൻഡിലോട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ വെതർ റിപ്പോർട്ട് നോക്കിയപ്പോൾ മഴയായതുകൊണ്ട് ആ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കോട്ടേജിൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്തത്. എങ്ങനെയോ ഒരു ലക്കിന് കിട്ടിയതാണ്. യൂഷ്വലി ലോങ് വീക്കെൻഡ്സ് എല്ലാം എല്ലായിടത്തും ബുക്ക്ഡാണ്. ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ഒരു ബൊട്ടീക്കിലായിരുന്നു. ക്ലോത്തിങ്ങും കുറച്ച് ജ്വല്ലറീസും ഒക്കെ ആയിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രൈസ് കണ്ടപ്പോൾ മനസ്സിലായ മിക്കവാറും വിൻഡോ ഷോപ്പിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. ഏസ്ലിൻ്റെ യൂഷ്വൽ എൻ്റർടൈനേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോർ ചെക്കൗട്ട് ചെയ്തു. ഇവരുടെ ഈ സ്റ്റോറിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ തുടങ്ങി. ഈ സ്റ്റോറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുഡ്വെയർ സെക്ഷനും പിന്നെ ക്ലോത്തിങ് സെക്ഷനും അതുപോലെ തന്നെ ടുവേർഡ്സ് ദി എൻഡ് ഹോം ഡെക്കോർ സെക്ഷനും ഉണ്ട്. പിന്നെ ഈ സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് എത്തുമ്പോൾ അവിടെയും ഹോം ഡെക്കോറിൻ്റെ സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ടുവേർഡ്സ് ദ ലെഫ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പം ഒരു കഫേ സെക്ഷനും ഉണ്ട്. എനിക്കിവരുടെ കളക്ഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഏത് സ്പേസിൽ വെച്ചാലും ആ സ്പേസിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് നോക്കിയ ചില സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റി. പ്രൈസൊക്കെ റീസണബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വൈകാതെ തന്നെ കാണിക്കാം. എനിക്കിതൊട്ട് ഒത്തിരി കളക്ഷൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡെക്കോർ പില്ലോസും അതിൽ ബൗൾസ്, പ്ലേറ്റ്സ്, മഗ്സ്, സെൻറ്റഡ് ക്യാൻഡിൽസ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ബോബ്കേജിൻ ഒണ്ടാരിയോ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സ്റ്റോർ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ദിസ് വാസ് ദ ഫസ്റ്റ് തിങ് വിച്ച് കോട്ട് മൈ അറ്റൻഷൻ. ഇറ്റ്സ് എ ഫ്ലൂട്ടഡ് ബൗൾ. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബുക്ക് ഷെൽഫ് ഡെക്കോർ ആണെന്ന് തന്നെ പറയാം. പലരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതൊരു ബ്രാസിൻ്റെ കട്ട്ലറി സെറ്റാണ്. അതും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് തോന്നിയത്. ഇതായിരുന്നു ഇവരുടെ കോസ്റ്റേഴ്സിൻ്റെ കളക്ഷൻ. കോർ കോസ്റ്റേഴ്സും പിന്നെ അതുപോലെ വുഡൻ കോസ്റ്റേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അധികം നേരമൊന്നും ഇവിടെ ഷോപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ഏസ്ലിൻ കരഞ്ഞെന്ന് പറഞ്ഞ് ഫോൺ വന്നു. അപ്പോൾ അവർ ഉണ്ടായിരുന്നത് ഈ ഐസ്ക്രീം ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അമീലിയാണെങ്കിൽ അവളുടെ പിങ്ക് കളക്ഷനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിങ്കാണ് അവളുടെ ഫേവറേറ്റ് കളർ. പക്ഷെ പാവത്തിനൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ തിരിച്ചൊന്നും കൂടെ ആ സ്റ്റോറിലോട്ട് ചെന്നു. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ബ്രൗസ് ചെയ്യാനും എനിക്ക് നേരത്തെ വന്നപ്പോൾ മിസ് ഔട്ടായ കുറച്ച് സ്ഥലമൊക്കെ ഒന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കോഫിയും കൂടെ ഗ്രാബ് ചെയ്തു. കോഫി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടുത്തുള്ള മ്യൂസിയത്തിലോട്ട് പോയി.
അവിടെ ഒരു മ്യൂസിക് സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്നാക്സൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് ഓസ്റ്റിനും അമീലിയയും അവിടെ ഹാപ്പി ആയിരുന്നു. പിന്നെ അവർ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഓസ്റ്റിനും അമ്മയും കൂടെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നു. ഓസ്റ്റിന് വായിക്കാൻ അറിയുമെന്നാണ് നിങ്ങളുടെ ഡൗട്ടെങ്കിൽ ഓസ്റ്റിന് വായിക്കാനൊന്നും അറിയത്തില്ല. ഓസ്റ്റിൻ ചുമ്മാ അവൻ്റെ ഇമാജിനേഷനിൽ നിന്ന് പറ്റുന്ന സെൻറ്റൻസൊക്കെ ഫ്രെയിം ചെയ്ത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കും. അവൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാനും കേട്ടിരിക്കും. ഭയങ്കര രസമാണ് കേൾക്കാൻ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്